നമസ്കാരം. നീറ്റ് പരീക്ഷാ സംവിധാനത്തെക്കുറിച്ച് 24 മണിക്കൂറും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലുള്ള മലയാള മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ അധികം പ്രാധാന്യം കൊടുക്കാത്തൊരു വസ്തുതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രാഷ്ട്രത്തോട് പ്രഖ്യാപിച്ച ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സ് നീറ്റ് പരീക്ഷാ സംവിധാനങ്ങളെ പരിഷ്കരിക്കുവാനും പുനഃക്രമീകരിക്കുവാനും വേണ്ടി ഉള്ള പഠനങ്ങൾ നടത്തി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട് രൂപീകരിച്ച ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സ്, ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സ്. കാരണം അവരുടെ അധികാരങ്ങൾ വളരെ വിപുലമാണ്. ആ കമ്മിറ്റിയുടെ ഒരു ഉദ്ദേശത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കമ്മിറ്റിയുടെ രൂപീകരണം, ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സിൻ്റെ രൂപീകരണം, കമ്മിറ്റിയുമല്ല, ഇതൊരു ശരിക്കും ഒരു ടാസ്ക് ഫോഴ്സാണ്. പല കാര്യങ്ങൾക്കും ലക്ഷ്യം കാണുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താൻ ശേഷിയുള്ള സേനകളെ, ആൻറ്റി ടെററിസ്റ്റ് ഫോഴ്സൊക്കെ ആണെങ്കിലും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡൊക്കെ ആണെങ്കിലും അതിനൊക്കെ പറയും. ടാസ്ക് ഫോഴ്സുകളെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ടാസ്ക് ചെയ്തെടുക്കുക, ഒരു ലക്ഷ്യം സാധിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപീകരിക്കപ്പെടുന്നതാണ്. അത്തരത്തിലൊരു സംവിധാനമാണ് ഈ ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സ്. ഈ ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സിനെ കുറിച്ച് എന്തുകൊണ്ട് മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് അവർക്ക് BJP വിരുദ്ധതയോ മോദി വിരുദ്ധതയോ പ്രചരിപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും ശരി, മീഡിയ വൺ ആയാലും ശരി. അതിൽ രസകരമായ കാര്യം, മീഡിയ വൺ അടിസ്ഥാനപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു മതവർഗീയ സംഘടനയുടെ മാധ്യമവായാണ്, അല്ലെങ്കിൽ മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധത, ഹിന്ദുത്വ വിരുദ്ധത, നരേന്ദ്രമോദി വിരുദ്ധത എല്ലാം അവരുടെ മുഖമുദ്രയാണ്. അവരത് ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസിന് ഇതിന് പിന്നിലുള്ള പ്രയോജനങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും പൊതുവെ അവർ നേരോടെ നിർഭയം നിരന്തരം ഇത്തരത്തിലുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വ്യക്തികളാണ് എന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ തെളിവാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിനെ കുറിച്ച്. ഹൈ പവർ ടാസ്ക് ഫോഴ്സ് എന്തോ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് മോദി പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ വന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പോയതല്ലാതെ, ഈ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ആ വിദ്യാർത്ഥികൾ ഇത്ര പാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാണിക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ പോലീസുകാരെ ഓടിച്ചിട്ട് തല്ലുന്നതാണ്. അത് വെട്ടിയിട്ടുടനെ തിരിച്ച് പോലീസുകാർ തല്ലുന്നത് മാത്രമാക്കി മാറ്റും എഡിറ്ററിലിരിക്കുന്നവൻ. അത്തരത്തിലുള്ള കലാപരിപാടികളുമായിട്ടാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് പക്ഷേ ഹൈ പവർ ടാസ്ക് ഫോഴ്സിലേക്ക് തിരിച്ചു വരാം. ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിൻ്റെ ഉദ്ദേശങ്ങളെന്ന് പറയുന്നത്, പ്രധാന ഉദ്ദേശങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് പഠിച്ച്, പരീക്ഷാ നടത്തിപ്പിൻ്റെ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് പഠിച്ച്, അതിനുവേണ്ട ഈ ലോജിസ്റ്റിക്സോ ഇൻഫ്രാസ്ട്രക്ചറോ എന്താണെങ്കിലും അവയിലുള്ള കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അതിനെ എങ്ങനെ പരിഷ്കരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പുതിയൊരു സംവിധാനം അതിന് പകരമായിട്ട് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാമെന്നുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. രണ്ടാമത്തേത് ഈ സേഫ്റ്റി പ്രോട്ടോക്കോൾസ് ഉണ്ടല്ലോ, അതായത് ഈ പരീക്ഷയുടെ സുരക്ഷാ സംബന്ധിയായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പഠിച്ച് ഈ സംവിധാനങ്ങളിലെ പഴുതുകൾ കണ്ടെത്തി അവ കൃത്യമായി അടയ്ക്കുവാനും അതിനെ വരുംകാലങ്ങളിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിലേക്കോ മാറ്റുവാനുള്ള നിർദ്ദേശങ്ങൾ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിജിറ്റലും ബാക്കി കടലാസിലും എല്ലാം ആയിട്ട് ഈ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് പോലുള്ള സംവിധാനങ്ങളിലേക്ക്. അത് തന്നെ ആയിരിക്കണമെന്നില്ല. കാരണം ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിപ്ലവകരമായിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ എന്തെങ്കിലും അവർ കൊണ്ടുവന്നാൽ അതുമാകും. ഓപ്പറേഷണൽ പ്രോട്ടോക്കോൾസും ഡേറ്റ സെക്യൂരിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറും. ഓപ്പറേഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കപ്പെടുന്ന നിമിഷം മുതൽ വിദ്യാർത്ഥിയുടെ കയ്യിൽ പരീക്ഷയ്ക്കായി എത്തുന്ന നിമിഷം വരെ, അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മുൻപിൽ പരീക്ഷയ്ക്കായി എത്തുന്ന നിമിഷം വരെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, ആ പ്രക്രിയ എങ്ങനെ തുടർന്നു പോകണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഇപ്പോൾ നിലവിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, അവ എങ്ങനെ നടപ്പാക്കുന്നു എന്ന കാര്യങ്ങൾ, ഈ ഗ്രൗണ്ട് ലെവലിൽ അവ എങ്ങനെ നടപ്പാക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കുക. അവയിൽ വേണ്ട പരിഷ്കരണങ്ങൾ, അല്ലെങ്കിൽ അവയുടെ പൂർണ്ണമായിട്ടുള്ള പൊളിച്ചെഴുത്ത്, ഇവയെല്ലാം പഠിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഈ മൂന്നുമാണ് ഈ ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സിൻ്റെ പ്രധാന കൃത്യം അല്ലെങ്കിൽ ദൗത്യം. ഇനിയാണ് ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങൾ പ്രസക്തമാകുന്നത്. ഈ അംഗങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ, അവരുടെ യോഗ്യത കാരണം കൂടിയാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത അത്ര പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യാത്തത്. കാരണം കൃത്യമായിട്ട് ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ട യോഗ്യതകൾ ഏറ്റവും അധികമുള്ള ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുത്ത് ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിലേക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിയമിച്ചിരിക്കുന്നത്. ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിൻ്റെ അധ്യക്ഷൻ
നന്ദൻ നീലക്കേനി. ഈ നന്ദൻ നീലക്കേനി ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകനും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI അതിൻ്റെ മുൻ ചെയർമാനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഈ ആഗോള തലത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ നേതാവാണ് ഇൻഫോസിസ്. അതിൻ്റെ സഹസ്ഥാപകനാണ്, സാങ്കേതിക വിദഗ്ധനാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഐഡൻറ്റിറ്റി സിസ്റ്റം, ആധാർ കാർഡിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. അത്തരത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള നന്ദൻ നീലക്കേനിയാണ് ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിൻ്റെ അധ്യക്ഷൻ. ഇനി അംഗങ്ങളിലേക്ക് വന്നാൽ S. സോമനാഥ്, ഇസ്രോയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ മുൻ അധ്യക്ഷനാണ്, ചെയർമാനാണ്. എയറോസ്പേസ് എഞ്ചിനീയറിങ് സമഗ്രമായിട്ടുള്ള ഈ സിസ്റ്റം മാനേജ്മെൻറ്റ്, ഏത് സിസ്റ്റമാണെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണതയിലുള്ള നടത്തിപ്പ്, അതിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം, സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ടെക്നോളജിക്കൽ ഓപ്പറേഷൻസിൽ അഗാധമായ പരിജ്ഞാനവും പ്രവർത്തന പരിചയവും. ഇതാണ് S. സോമനാഥിൻ്റെ ക്വാളിഫിക്കേഷൻ, യോഗ്യതകൾ. തപൻ ദേക്ക ഇൻ്റലിജൻസ് ബ്യൂറോയിലെ മുൻ ഡയറക്ടറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലകളിൽ നിന്നും വിദഗ്ധരായ ആളുകളെ ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. തപൻ ദേക്കെ ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് ആയിരുന്നു. നാഷണൽ സെക്യൂരിറ്റി, സൈബർ ഇൻ്റലിജൻസ്, സിസ്റ്റം ത്രെറ്റ് പ്രിവെൻഷൻ, ഈ 3 മേഖലകളിലാണ് അദ്ദേഹത്തിന് വൈദഗ്ധ്യമുള്ളത്. അതിൽ സിസ്റ്റം ത്രെറ്റ് പ്രിവെൻഷൻ, ഒരു സംവിധാനത്തിലെ അപാകതകൾ കണ്ടുപിടിച്ച്, അപകട സാധ്യതകൾ കണ്ടുപിടിച്ച് അവയെ ഇല്ലാതാക്കുക എന്നുള്ള പ്രവർത്തന മേഖല വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ. അടുത്തത് വി കാമകോടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിൻ്റെ ഡയറക്ടറാണ്. കമ്പ്യൂട്ടർ സയൻസിലും സൈബർ സെക്യൂരിറ്റിയിലും ആധുനിക സാങ്കേതികവിദ്യയുടെ സമഗ്രമായിട്ടുള്ള സങ്കലനത്തിലും, സാമൂഹ്യ ജീവിതത്തിലേക്കും ദൈനംദിന ജീവിതത്തിലേക്കുമുള്ള സാങ്കേതികവിദ്യയുടെ സമഗ്രമായ സങ്കലനത്തിലും വൈദഗ്ധ്യം ഉള്ളയാളാണ്. അനിത കർവാൾ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു മുൻപ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രാറ്റിക് ഗവേണൻസ്, നാഷണൽ സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ പോളിസി, ഈ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് അനിത കർവാൾ. അമൃത്ലാൽ മീന, ലോജിസ്റ്റിക്സ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എക്സ്പേർട്ട്. ലോജിസ്റ്റിക്സ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഈ ചോദ്യപേപ്പറുകൾ ഏതെങ്കിലും മാർഗം, റോഡ് മാർഗമോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർഗമോ വിദ്യാർത്ഥികളുടെ മുൻപിൽ എത്തണമല്ലോ. ആ പ്രക്രിയ എങ്ങനെ കുറ്റമറ്റതാക്കാം എന്നുള്ള മേഖലകളിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകുവാൻ അമൃത്ലാൽ മീനയ്ക്കാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂഷൻ, ആ മേഖലകളിലും വൈദഗ്ധ്യമുള്ള, പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് അമൃത്ലാൽ മീന. അതുകൊണ്ട് തന്നെ ഈ 6 പേരും, അതും നന്ദൻ നീലക്കേനിയെ പോലെ ആധാർ പോലുള്ളൊരു സംവിധാനം ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നടപ്പാക്കി പ്രവർത്തന പരിചയമുള്ള വ്യക്തിയുടെ അധ്യക്ഷതയിൽ ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സ് രൂപീകൃതമാകുമ്പോൾ കൃത്യമായിട്ട് നീറ്റ് പരീക്ഷാ സംവിധാനങ്ങൾ മാത്രമല്ല, പൊതുപരീക്ഷാ സംവിധാനങ്ങൾ മുഴുവനായി പൊളിച്ചെഴുതപ്പെടുകയും കുറ്റമറ്റതാക്കുകയും ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു കാര്യം പ്രേക്ഷകർ ഓർക്കുക, കഴിഞ്ഞ 12 വർഷങ്ങൾ കൊണ്ടല്ല നീറ്റ് പരീക്ഷാ സംവിധാനങ്ങളിൽ ഈ കുഴപ്പങ്ങളുണ്ടായി വന്നത്. നീറ്റ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ കുഴപ്പങ്ങളുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ലാഭേച്ഛ, 2 നീറ്റ് സംവിധാനം എല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പരീക്ഷാ സംവിധാനമായതോടുകൂടി പരീക്ഷാ സംവിധാനത്തിൽ നിന്ന് ലക്ഷം കോടികളുടെ ലാഭം കൊയ്തുകൊണ്ടിരുന്ന കോച്ചിങ് മാഫിയകളുടെ ചതിപ്പണികൾ ഈ സംവിധാനത്തെ എങ്ങനെയും തകർത്ത് ഈ എൻട്രൻസ് എക്സാം എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിങ്ങിലേക്ക്, സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചതിപ്പണികൾ നടത്തുന്ന ഒരു മാഫിയ, വലിയൊരു മാഫിയുണ്ട്. ആ മാഫിയയുടെ ഏറ്റവും വലിയ പ്രവർത്തന മേഖല എന്നുള്ളത് ദൗർഭാഗ്യവശാൽ ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിലും തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിലുമാണ്. അത്തരത്തിലുള്ള മാഫിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരുകൾ പലപ്പോഴും ഈ സംസ്ഥാനങ്ങളിൽ വരാറുണ്ട്. തമിഴ്നാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ DMK സർക്കാരും അതിൻ്റെ പിണിയാളുകളായിരുന്നു. ഇപ്പോഴുള്ള വിജയ് സർക്കാരും അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണോ എന്നുള്ള സംശയം ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ നീറ്റിനെ സംബന്ധിച്ച് കൈക്കൊള്ളുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, വിജയ് പലതവണ ഈ നീറ്റിൻ്റെ ഈ ഒരു വിവാദം കത്തിപ്പടരുന്നതിന് തൊട്ട് മുൻപ്
പ്രധാനമന്ത്രിക്ക് നീറ്റിനെ സ്റ്റേറ്റ് ലിസ്റ്റിങ്ങിലേക്ക് മാറ്റണമെന്ന് കത്തെഴുതിയ വ്യക്തിയാണ്. ഇതെല്ലാം സംശയാസ്പദമാണ്. പരസ്പര ബന്ധിതമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അന്വേഷിച്ച് മറ്റൊരു വിഷയമായി തന്നെ നമുക്ക് അതിനെ വിശകലനം ചെയ്യാം. പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യം, ഈ ഹൈ പവേർഡ് കമ്മിറ്റിയുടെ രൂപീകരണം മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സ് ഈ പരീക്ഷാ സംവിധാനത്തെ പൂർണ്ണമായും പരിഷ്കരിക്കും, കുറ്റമറ്റതാക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതും ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇനി ആരെങ്കിലും ചർച്ചയ്ക്ക് അത് എടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ ശ്രദ്ധയൊന്നും അതിലേക്ക് കൊടുക്കുവാൻ മറ്റുള്ളവർ സമ്മതിക്കില്ല. വിഷയത്തെ ദിശ തിരിക്കുന്ന രീതിയിലുള്ള മറ്റ് ചർച്ചകൾ എന്തെങ്കിലും കൊണ്ടുവരും. ടി.ജി. മോഹൻദാസ് പറഞ്ഞത് കേട്ടില്ലേ എന്നുള്ള രീതിയിൽ ചർച്ചകൾ കൊണ്ടുവരും. അതും നമുക്ക് ചർച്ച ചെയ്യാം, അതും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ഹൈ പവർ ടാസ്ക് ഫോഴ്സിനെ കുറിച്ച് പ്രേക്ഷകരോട് ഒരു സമഗ്രമായിട്ടുള്ളൊരു വിവരണം നൽകണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി ഹ്രസ്വമായി. കാരണം ഇവരുടെ എല്ലാം യോഗ്യതകൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 പേജിലുള്ള റെസ്യൂമെയെങ്കിലും കാണും. ഏറെ അവരോടൊരു നീതി പുലർത്തിക്കൊണ്ട് അവരുടെ യോഗ്യതകൾ അവതരിപ്പിക്കണം, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ. അത് നന്ദൻ നീലക്കേനി ആയാലും എസ് സോമനാഥ് ആയാലും അമൃത്ലാൽ മീന ആയാലും മറ്റുള്ളവരായാലും. പ്രൊഫസർ വി കാമകോടിയൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എന്നുള്ളത് ഈ സൈബർ സെക്യൂരിറ്റി, സാങ്കേതിക വിദ്യ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സങ്കലനം ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. അതിനുമപ്പുറത്തേക്ക് ചരിത്രത്തിലും മറ്റ് പല മേഖലകളിലും അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് വി കാമകോടി. അതാണ് പറഞ്ഞത്, ഇതിൽ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ മാത്രമല്ല മറ്റു പല വിജ്ഞാന ശാഖകളിലും ചരിത്ര ശാഖകളിലും പ്രാഗൽഭ്യമുള്ളവരാണ്, പ്രവർത്തന പരിചയമുള്ളവരാണ്. അവർ ഈ പരീക്ഷാ സംവിധാനത്തെ കുറ്റമറ്റതാക്കുവാനായിട്ട് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സിൻ്റെ മേൽനോട്ടം പൂർണ്ണമായും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് നടത്തുമ്പോൾ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ മുൻപിലേക്ക് വരും. ആ ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യുക തന്നെ വേണം, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ അവഗണിച്ചാലും. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് പങ്കുവയ്ക്കുക കമൻറ്റുകളിലൂടെ. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.